ഹായ് ഫ്രണ്ട്സ്, ശ്രീമോസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു യാത്രയാണ് കേട്ടോ. യാത്ര എന്ന് വെച്ചാൽ നമ്മൾ റോഡിലൂടെയുള്ള യാത്രയല്ല, നമ്മൾ കായലിലൂടെ യാത്ര ചെയ്യണം. അതായത് ഒരു ബോട്ട് യാത്രയാണ്. ബോട്ട് യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ കൊച്ചിയിൽ മറൈൻ ഡ്രൈവിൽ നിന്ന് ഒരു 40 മിനിറ്റിൻ്റെ ഒരു യാത്രയാണ്. ആ യാത്രയിൽ കാണുന്ന കുറേ നല്ല കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് പറയാനുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ യാത്ര ചെയ്യുന്നതെന്ന് വെച്ചാൽ 100 രൂപയാണ് ഒരാൾക്ക് നമുക്ക് ചിലവുള്ളത് കേട്ടോ. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ നമുക്കൊരു യാത്ര, ഒരു ബോട്ട് യാത്ര ഒരു നല്ല ഒരു അനുഭവം തന്നെയാണത്. അപ്പോൾ നമുക്ക് നല്ല കുറച്ച് കാഴ്ചകൾ ഇന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾക്ക് കയറാനുള്ള ബോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ബോട്ടിൻ്റെ പേരെന്ന് പറയുന്നത് വിനായക എന്നാണ്. വിനായക അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു വലിയ ബോട്ട് തന്നെയാണ്. ഇതാണ് നമ്മൾ ബോട്ട് കേട്ടോ. അപ്പം നമ്മൾ ബോട്ടിൻ്റെ എൻട്രിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മോളും വൈഫൊക്കെയാണ് മുന്നിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മളിതാ ബോട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ വശത്താണ് നമ്മൾ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ. ഇതിന് മുകളിൽ കണ്ടോ, വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇരിപ്പിടങ്ങളും കാര്യങ്ങളെല്ലാം വളരെ നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ മുകളിൽ ഇരുന്നിട്ട് നല്ല കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റിയ തരത്തിൽ തന്നെയാണ് ഇവിടെ സീറ്റുകളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ലൊരു സീറ്റ് നോക്കിയിട്ട് തന്നെ ഞാൻ ഇരിക്കുന്നുണ്ട്. ഒരു സൈഡ് സീറ്റ് വെച്ചിട്ട് നമ്മൾ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ മോളൊക്കെ നല്ല എക്സൈറ്റിങ് കേട്ടോ. എന്താണ് സംഭവം എന്നറിയില്ല, മോള് ഫസ്റ്റ് ടൈമാണ് ഇതിൽ കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് എന്തായാലും കാഴ്ചകൾ കാണാം. അപ്പം നമ്മളുടെ ബോട്ട് യാത്ര തുടങ്ങിട്ടോ. അപ്പോൾ കുറച്ച് ബാക്കിലേക്ക് പോന്നിട്ടുണ്ട് ബോട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കായലിലേക്ക് നീങ്ങിയതാണ്. അപ്പോൾ അവിടുന്ന് കാണുന്ന കാഴ്ചയാണിത് കേട്ടോ. വളരെ മനോഹരമാണ്. യാത്ര തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വലിയ ചരക്ക് കപ്പൽ അതുവഴി വരുന്നുണ്ട് കേട്ടോ. വളരെ വലുതെന്ന് വെച്ചാൽ വളരെ വലിയൊരു കപ്പൽ തന്നെയാണത്. അതിൻ്റെ ബാക്കിലൊരു ബോട്ടൊക്കെ കൂടി അതിന്മേൽ കണക്ഷനായിട്ടാണ് വരുന്നത് തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാൻ. കുട്ടികൾക്കൊക്കെ ഒരു നല്ലൊരു രസമായിട്ട് മാറിയത് എന്തായാലും. ഇതുപോലെ തന്നെ നമ്മൾ കയറിയ ബോട്ട് പോലെ തന്നെ വേറെ കുറേ ബോട്ടുകൾ ഇതിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൽ ആണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അത് വലിയ ഈ ഒരു കപ്പലിലേക്ക് പിന്നെ ചരക്കുകൾ കയറ്റിക്കൊണ്ടിരിക്കുന്നൊരു സംഭവമാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ വലിയൊരു കപ്പൽ തന്നെയാണത്. വലിയ കപ്പൽ എന്ന് പറഞ്ഞാൽ പോലെ വലിയ കപ്പൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ വലിപ്പം മനസ്സിലാവുക. വളരെ വലിയ കപ്പലാണത്. അപ്പോൾ അതിലേക്ക് കണ്ടോ, ഈ കണ്ടെയ്നർ ലോറികളൊക്കെ പോകുന്നത് കാണുമ്പോൾ നമുക്കത് ഏകദേശം മനസ്സിലാവും കപ്പലിൻ്റെ വലിപ്പം. അപ്പം നമ്മളെ ബോട്ട് ഓടിക്കുന്ന കപ്പിത്താൻ കേട്ടോ. കപ്പിത്താൻ എന്ന് പറയണോ സ്രാങ്ക് എന്ന് പറയണോ എന്താ എനിക്കറിയില്ല. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മളെ ബോട്ട് നിയന്ത്രിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ചരക്ക് കപ്പലിലുള്ള ചരക്ക് കയറ്റുന്നതൊക്കെ കണ്ട് നമ്മൾ അങ്ങനെ തിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങനെ റൗണ്ട് അടിച്ച് തിരിച്ച് പോവുകയാണ് കേട്ടോ. ഇനി
നമ്മളിങ്ങനെ ഈ പോകുന്ന സമയത്താണ് ഒരു സ്പീഡ് ബോട്ട് വരുന്നത് കണ്ടത്. അതിലൊരു 6-8 പേരാണ് ഇതിലുള്ളത്. വളരെ രസകരമായിട്ടുള്ള യാത്രയാണ് അവർ അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ രസമാണ്. എന്താ വെച്ചാൽ സ്പീഡ് ബോട്ടിലൊക്കെ പോകുമ്പോൾ നല്ല കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ അതിൽ നിന്ന് തെറിച്ച് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. നന്നായിട്ട് പിടിച്ചിരിക്കണം. അതുപോലെ ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ് സ്പീഡ് ബോട്ടിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ നിങ്ങളൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ജാക്കറ്റ് നിർബന്ധമായിട്ടും ഇട്ടിരിക്കണം കേട്ടോ. ഈ ദൂരെ കാണുന്നത് ഒരു ജങ്കാറാണ് കേട്ടോ. ജങ്കാറിൽ കുറേ വാഹനങ്ങളും ഒക്കെ കൊണ്ടുപോവുകയാണ് ആ ജങ്കാറ്. ഈ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ വെച്ചാൽ ഒരു കണ്ടൽക്കാടുകളാണ്. കുറച്ചധികം ഉണ്ട് ഇവിടെ കണ്ടൽക്കാടുകൾ. അപ്പോൾ കണ്ടൽക്കാടുകളുടെ ഒരു ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ രസമാണ്. ഇത് ഇവിടെ കാണുമ്പോൾ, നമ്മൾ നേരിൽ കാണുമ്പോഴാണ് ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ കാണാനൊക്കെ. അപ്പോൾ നന്നായിട്ട് നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റും. ഭയങ്കര ഒരു ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ആ ദൂരെ കാണുന്ന പാലം എന്ന് പറയുന്നത് നമ്മളെ ഈ വല്ലാർപാടത്തേക്കുള്ള ഒരു പാലമാണ്. ആ പാലത്തിലൂടെ യാത്ര ചെയ്തിട്ട് വേണം നമ്മൾ വല്ലാർപാടത്തേക്ക് എത്താൻ. അങ്ങനെ നമ്മളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ബോൾഗാട്ടി പാലസിൻ്റെ തീരത്താണ് കേട്ടോ. ബോൾഗാട്ടി പാലസാണ് ഇവിടെ. ബോൾഗാട്ടി പാലസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സിനിമകളിൽ നമ്മൾ ഈ പാലസ് നമ്മൾ കാണാൻ സാധ്യതയുണ്ട്. അപ്പം എടുത്തു പറയത്തക്ക വിധം എന്ന് പറയുമ്പോൾ വെള്ളി നക്ഷത്രം, ബിഗ് ബോസ്, ഒട്ടനവധി സിനിമകളിൽ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഈ പാലസിൻ്റെ പുറകുവശമാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് വശം അപ്പുറത്താണ്. എങ്കിലും നമുക്കത് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ബോൾഗാട്ടി പാലസൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി വീണ്ടും കൊച്ചിയുടെ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൊച്ചിയുടെ തീരത്തേക്ക് അടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ആഡംബര ബിൽഡിങ്ങുകളും അതുപോലെ ഫ്ലാറ്റുകളും അതുപോലെ ഹോട്ടലുകളും എല്ലാമാണ്. അപ്പോൾ വളരെ ഭംഗിയാണ്. നമ്മൾ ഈ കായലിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ തന്നെയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും നിങ്ങളൊരു തവണയെങ്കിലും ഇവിടെ വന്ന് ഈ ബോട്ട് യാത്രയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പ്രകൃതി ഭംഗിയും അതുപോലെ ഈ കാഴ്ചകളും ഒക്കെ ആസ്വദിച്ച് പോരാൻ നിങ്ങൾക്ക് സാധിക്കുക. എന്തായാലും നമ്മൾ കൊടുക്കുന്ന 100 രൂപയ്ക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല കേട്ടോ. എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ യാത്രയൊക്കെ കഴിഞ്ഞ് ബോട്ട് കരയ്ക്കടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ബോട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു അടിപൊളി കിടിലൻ വീഡിയോയുമായിട്ട് അധികം വൈകാതെ തന്നെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ്.